നമസ്കാരം. ജമ്മു കശ്മീരിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. കശ്മീരിലെ പാകിസ്ഥാന്റെ ചതികളുടെ പൊയ്മുഖം പിച്ചി ചീന്തപ്പെട്ടിരിക്കുകയാണ്. ജമ്മു കശ്മീരിൽ ഭീകരവാദം നിലനിർത്താൻ, ജനങ്ങളിൽ ഭീതി പരത്താൻ പാകിസ്ഥാൻ കൂലിപ്പടയാളികളെ ഉപയോഗിക്കുകയാണെന്ന് പോലീസ് മേധാവി RR സ്വെയിൻ പറഞ്ഞത് വ്യക്തമായ കാരണങ്ങൾ നിർത്തിയാണ്. കേന്ദ്രഭരണ പ്രദേശത്തെ തീവ്രവാദം ഇല്ലാതാക്കാൻ മറ്റ് സുരക്ഷാ ഏജൻസികൾക്കൊപ്പം തന്റെ സേനയും പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇത് തങ്ങളുടെ ദൃഢനിശ്ചയമാണ് എന്നും ജമ്മുകശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ സ്വെയിൻ പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിച്ച് തീവ്രവാദത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വിദേശ ഭീകരരെ പ്രേരിപ്പിച്ച് അവർക്ക് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയിൽ വെല്ലുവിളി ഉയർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്നവർ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നു, പണം നൽകാതെ വ്യാപാരികളെ കബളിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം ഭയം സൃഷ്ടിച്ച് പൊതുജനങ്ങളെ കീഴടങ്ങാൻ നിർബന്ധിക്കുകയും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ്. ഗ്രാമപ്രതിരോധ ഗാർഡുകളുടെയും SPOമാരുടെയും സാധാരണക്കാരുടെയും സജീവ പിന്തുണയോടെ തീവ്രവാദികളെ പരാജയപ്പെടുത്താൻ പോലീസും മറ്റ് സുരക്ഷാ പങ്കാളികളും പൂർണ്ണമായും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തികൾ ചെയ്യും എന്നതാണ് അധികൃതർ പറയുന്നത്. അതിനിടെ തെക്കൻ കശ്മീർ ജില്ലയിലെ മോഡർഗാം ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന അവിടെ തിരച്ചിൽ നടത്തുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്നാണ് തിരച്ചിൽ ഏറ്റുമുട്ടലായി മാറിയതെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. തെക്കൻ കശ്മീരിലെ ഫ്രിസൽ, ചിന്നിഗാം, മോഡർഗാം മേഖലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ജമ്മു കശ്മീരിലെ കുൽഗാം ജില്ലയിൽ സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുന്നതിനിടെ രണ്ടാം ദിവസമാണ് 6ാമത്തെ ഭീകരന്റെ മൃതദേഹം കണ്ടത് എന്നതും എടുത്തു പറയണം. ഇതുവരെ 6 ഭീകരരെ വധിച്ചതായിട്ട് വിവരമുണ്ട്. സ്ഥിരീകരണങ്ങൾ അനുസരിച്ച് 2 വ്യത്യസ്ത ഇടങ്ങളിൽ ഏറ്റുമുട്ടലുകൾ നടന്നു. സുരക്ഷാ സേനയ്ക്ക് ഇതൊരു വലിയ നാഴികക്കല്ല് തന്നെയാണ്. സുരക്ഷാ അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിൽ ഈ വിജയങ്ങൾ പ്രധാനമാണ് താനും. ജമ്മു കശ്മീർ പോലീസും സുരക്ഷാ സേനയും തീവ്രവാദികളുടെ നീക്കം നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും ഈ ഭീകരരെ വധിച്ചത് സുരക്ഷാ സേനയുടെ സുപ്രധാന നേട്ടമാണ് എന്നും എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിൽ സൈനിക ക്യാമ്പിന് നേരെ ഞായറാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുൽഗാം ജില്ലയിൽ ഭീകരാക്രമണങ്ങളിൽ 2 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം. സൈനിക ക്യാമ്പിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയും പോസ്റ്റിന് കാവൽ നൽകുന്ന സൈനികർ തിരിച്ചടിക്കുകയും ചെയ്യുകയായിരുന്നു. കുൽഗാം ജില്ലയുടെ ഉൾപ്രദേശങ്ങളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് വിവരം. ജൂൺ 26-ന് ദോഡ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. 4 തീവ്രവാദികളുള്ള ഒരു ഒളിത്താവളം സൈന്യം വളഞ്ഞതിനു ശേഷം വെടിവെപ്പ് നടക്കുകയായിരുന്നു. ജൂൺ 17-ന് ബന്ദിപ്പോറ ജില്ലയിലെ അറഗാം മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സൈന്യം മറ്റൊരു ഭീകരനെ വധിക്കുകയും ജൂൺ 11, 12 തീയതികളിൽ ദോഡയിൽ ഇരട്ട ഭീകരാക്രമണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ ഇപ്പോൾ സുരക്ഷാ സേനയെയും നിരപരാധികളായ സാധാരണക്കാരെയും ലക്ഷ്യമിടുന്നതിനാൽ ജൂൺ ആദ്യം മുതൽ കശ്മീർ നിരവധി ആക്രമണങ്ങൾ കണ്ടു. ഏറ്റവും വലിയ ആക്രമണം റിയാസിയിലെ ബസ്സിന് നേരെയുണ്ടായ ആക്രമണമാണ്. എന്തായാലും ഭീകരതയെ തച്ചുടയ്ക്കാൻ വേണ്ടി അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ് സേന. ശക്തമായ പ്രതിരോധ കവചം തീർത്തുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരരെ സൈന്യം എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും.